ഇനി മറ്റു വാർത്തകൾ നോക്കാം. സംഘടനാ തലത്തിൽ അതിരൂക്ഷ വിമർശനവുമായി CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട സംഘടനാ റിപ്പോർട്ട്. ഇത് പാർട്ടിയുടെ മുന്നോട്ടു പോക്കിന് ചില പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. വലിയ ശക്തി പ്രകടനത്തോടെയാണ് ചണ്ഡീഗഡിലെ പാർട്ടി കോൺഗ്രസിന് ഇന്ന് ഔപചാരികമായി തുടക്കമിട്ടത്. CPIയുടെ 100ാം വാർഷികത്തിൽ നടക്കുന്ന 25ാമത് പാർട്ടി കോൺഗ്രസിൽ അവതരിക്കപ്പെടുന്ന സംഘടനാ റിപ്പോർട്ടിൽ വലിയ തോതിലുള്ള ആത്മവിമർശനം തന്നെയാണുള്ളത്. അത് സംഘടനാപരമായി പല നേതാക്കളിലേക്കും വഴി ചൂണ്ടുന്നുണ്ട്. പാർട്ടിയിൽ പല നേതാക്കളും ഒരേ പദവിയിൽ തന്നെ തുടരുന്നു എന്നുള്ള കാര്യം, ഒപ്പം തന്നെ CPIക്കകത്ത് പാർലമെന്ററി മോഹങ്ങൾ അത് വർദ്ധിച്ചു വരികയാണെന്നുള്ള വിമർശനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില നേതാക്കൾ പാർട്ടിയുടെ അറിവില്ലാതെ സ്വകാര്യ കാര്യങ്ങൾക്കും അനാവശ്യവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. സഖാക്കൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം ലഭിക്കുന്നില്ല. രാഷ്ട്രീയപരമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പരിശീലന കുറവ് പാർട്ടിയെ പിന്നോട്ടടിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള മുരടിപ്പുണ്ടാവുന്നു, ദുർബലപ്പെടുന്നു എന്നുള്ള കാര്യം. തിരഞ്ഞെടുപ്പിലെ തോൽവികൾ അത് കേവലം വോട്ട് ശതമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് മാത്രമല്ല, മറിച്ച് താഴെത്തട്ടിൽ പാർട്ടി ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് കൂടെയാണെന്നാണ് സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അതിനപ്പുറത്തേക്ക് ചണ്ഡീഗഡിൽ വലിയ തോതിലുള്ള സ്വീകാര്യത തന്നെയാണ്, ജനപങ്കാളിത്തം തന്നെയാണ് എന്തായാലും ഈ പാർട്ടി കോൺഗ്രസിന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കൻ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗബലം കുറച്ചുകൂടി കരുത്തു വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് വടക്കേ ഇന്ത്യയിൽ വെച്ച് തന്നെ ഈ പാർട്ടി കോൺഗ്രസ് സംഘടിപ്പിക്കണം ഞങ്ങൾ ആലോചിച്ചത്. ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റും ദേശീയ കൗൺസിൽ യോഗങ്ങളും നടക്കുകയാണ്. നാളെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാകും, അതായത് പൊതുസമ്മേളനത്തിനടക്കം ഉദ്ഘാടനമാകും നടക്കുക. അതിന് മറ്റ് ഇടത് പാർട്ടികളിലെയും നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഉച്ചയ്ക്ക് വലിയൊരു പൊതുസമ്മേളനത്തോടു കൂടിയാണ് അത് പഞ്ചാബിലെ മൊഹാലിയിൽ വെച്ച് നടന്നത്. രാജ്യത്തെ നാനാഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ജനപങ്കാളിത്തം എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 25ാം തീയതി വരെ ഈ ചർച്ചകൾ നടക്കും. 25ാം തീയതി വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ, തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നടക്കാൻ പോകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് D. രാജ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറുമോ എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് 75 വയസ്സ് പ്രായപരിധി എന്നുള്ളതിൽ ഒരു ഇളവ് നൽകണമെന്ന കാര്യം ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലെ ഓരോ ഘടകങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ D. രാജയ്ക്ക് മാത്രമായിട്ടുള്ള ഇളവ് അനുവദിക്കരുത് എന്നുള്ള കാര്യമാണ് കേരള ഘടകം ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നതും. ചണ്ഡീഗഡിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം അർജുൻ പി. തമ്പുരാൻ, മാതൃഭൂമി ന്യൂസ്.